ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. ആ ഇഞ്ചിക്ക് കുറച്ച് ചപ്പ് വെക്കട്ടെ, അത് കാണിക്കാനാണ് ഇന്നിവിടെ ഇപ്പം പോകുന്നത്. ഈ ചപ്പ് ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ് പാടിയതാണ്. ഇത് വേണ്ട, സീമക്കൊന്നേൻ്റെ ചപ്പ് പാടിയതാണ്, വേണ്ട പറിച്ചിട്ട് പാടിയത്. ഇത് കുറേശ്ശെ അതിന് നുള്ളി വെക്കട്ടെ. ഇത് വേണ്ട, അതിന് ചപ്പ് ഇട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി കുറച്ച് കഴിഞ്ഞ് വളർന്നിട്ടാകുമ്പോൾ കുറച്ച് വളം ഇടുക, കുറച്ച് ചകരിച്ചോറും വളവും എല്ലാം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ മേലേക്കൂടെ ഒരു അട്ടി ഇടണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം ഉണക്കച്ചപ്പോ പച്ചച്ചപ്പോ എന്തായാലും അതിൻ്റെ മേലെ കുറച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം അത് ഞാൻ കാണിച്ചു തരാം. ഒരു അട്ടിയും കൂടി ആദ്യം ഇടും. പിന്നെ പച്ചച്ചപ്പും പിന്നെ കുറച്ച് ചാണകം കലക്കിയ സ്ലറി അത് ഒഴിച്ച് കൊടുക്കണം ഒരാഴ്ചക്ക്. ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ആ സ്ലറി ഒഴിച്ച് കൊടുക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ ഉള്ളീൻ്റെ ഇനി കുറച്ച് സ്ലറി ഒഴിച്ച് കൊടുക്കട്ടെ. അതാണിപ്പം കൊടുക്കാൻ പോകുന്നത്. ഉള്ളി, വെളുത്തുള്ളി, പിന്നെ വെല്ലുള്ളി, ചെറിയ കുഞ്ഞുള്ളി, അതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ സ്ലറി ലേശം ഒഴിച്ച് കൊടുക്കും. ഈ ചേട്ടയിൽ നട്ട ഉള്ളിയാണ്. വേണ്ട വേണ്ട ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനാവും. വേണ്ട, ഇതാണ് ഞാൻ ചേട്ടയിൽ നട്ട ഉള്ളി കൃഷി. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഉണ്ട്, ഇതിൽ എല്ലാം ഉണ്ട്. ഇതിൽ സ്ലറി വെച്ച് കൊടുക്കും. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഉണ്ട്, ചുവന്നുള്ളി ഉണ്ട്, പിന്നെ വെല്ലുള്ളി ഉണ്ട്, കുഞ്ഞുള്ളി ചുവന്നത് ചെറുത് അതുമുണ്ട്, ഇതുമുണ്ട്. ഇതാ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കല. ഇത് വേണ്ട, ഇതാണ് ഇതിൻ്റെ ഉള്ളിൻ്റെ. ഇതാണ് ഉള്ളി. ഇത് വേണ്ട, എല്ലാം പുല്ല് കയറി മുടി ഒഴിച്ച് കൊടുക്കട്ടെ. ഒഴിച്ച് കൊടുക്കും. ഇതുണ്ട, ഇത് ഉള്ളി ചുവന്നുള്ളി ഉണ്ട്. ഇത് വെല്ലുള്ളിയാണ്. വേണ്ട, ഇത് വെല്ലുള്ളിയാണ്. ഇതിന് ഒഴിച്ച് കൊടുക്കും. ഉള്ളി, വെള്ളം, ഇതാണ് സ്ലറി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നന്നായി വരുമല്ലോ. ഉഷാറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലോണം അതിൻ്റെ തഴച്ച് വളരാനുള്ള ശേഷി ഇനിയുണ്ടാവും. അതായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട്. ഇവിടെ ഒരു തക്കാളി ഉണ്ട്, പുളി പൊടിച്ച തക്കാളി ഉണ്ട്. ആ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. വേണ്ട, ഒരു തക്കാളി ഉണ്ട്, 2-3 തക്കാളി ഉണ്ട്. അതിന് കുറച്ച് സ്ലറി ഒഴിച്ച് കൊടുക്കട്ടെ. വേണ്ട, തക്കാളി ഉണ്ട്. ഞാൻ കൊമ്പ് കൊള്ളി കുത്തിയിട്ടില്ല, അതിന് വീണ് പൊടിച്ചതാണ്. വീണതല്ല, ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് വീട് വെച്ച് തരാം, അതിന് പൊടിച്ചതാണ്. എന്താ ഇത് ഒഴിച്ച് കൊടുക്കട്ടെ. വേണ്ട, ഇതാണ് സ്ലറി. ഇത് തക്കാളിയാണ്. അത് ഞാനൊന്നും പണിയെടുത്തിട്ടില്ല, നട്ടതയിൽ പൂക്കാൻ പോകുന്നിട്ട് അവിടെ വീണ് പൊടിച്ച് കഞ്ഞിവെള്ളത്തിലിട്ടേരും തക്കാളി കെട്ടതിട്ടേരും ഇത് വീണേരും 2-3 പൊടിച്ചതാണ്. അത് പിന്നെ ഞാൻ അവിടെ നിന്ന് പറിച്ച് നട്ടിട്ടില്ല. ഇനി അവിടെ തന്നെ നിൽക്കട്ടെ നേരിട്ട് വലുതായിപ്പോയി.
അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്നാ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നതിന് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവരോടും പറഞ്ഞില്ല ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്. നിങ്ങളെല്ലാവരും കാണണം. എനിക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകളുണ്ട്, ഹൃദയം നിറഞ്ഞ വന്ദനം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എനിക്ക് എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, എൻ്റെ കഷ്ടപ്പാട് തേച്ചും പറയാൻ കഴിയില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഒരാൾ സഹായത്തിനുമില്ല. ഒരു വയസ്സായ അമ്മ, സുഖമില്ലാത്ത അമ്മ, എല്ലാം എനിക്കാണെങ്കിൽ നടുവിനും സുഖമില്ല. ഇപ്പോൾ തീരെ 2-3 ദിവസമായിട്ട് ഭയങ്കര വിഷമം. ഇന്നലെ അമ്മ വീണ് പോയതുകൊണ്ട് എടുത്ത് കയറ്റേണ്ടി വന്നു. പിന്നെ നിലത്ത് ആയിപ്പോയതുകൊണ്ട് കുളിക്കാൻ വേണ്ടി പോയത് എണീക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇങ്ങോട്ട് നിരങ്ങി വന്നിട്ട് ആടുന്ന് എടുത്ത് കെട്ടുമ്പോൾ കയറ്റി തോർത്തുമുണ്ട് കെട്ടി നടുവിന് കെട്ടിയിട്ടാണ് കയറ്റീന്. അതുകൊണ്ട് ഭയങ്കര വിഷമം, ബുദ്ധിമുട്ട്. എപ്പം മോള് വരലുണ്ട്. മോള് വന്നിട്ട് രാവിലെ 1:30 ഒക്കെ ജോലിക്കും പോകേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ എപ്പം വരാമെങ്കിലും ഒക്കെ രാവിലെ വന്നിട്ട് അവൾ കുളിപ്പിച്ചിട്ടാക്കിയിട്ട് പോകും. പിന്നെ എനിക്ക് നോക്കാനൊരാൾ വേണ്ടേ, വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് നടുവിന് ഭയങ്കര വിഷമം. പിന്നെ ഞാൻ ബുദ്ധിമുട്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒന്ന് വേണ്ടേ, നമ്മൾ കഷ്ടപ്പെട്ടുമില്ലേ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായം എനിക്ക് വേണം. എല്ലാവരും സഹകരിക്കണം, എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം. ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നമസ്കാരം.